ലൈഫ് ലൈൻ കുട്ടികൾക്കായി നടത്തിവരുന്ന പ്രോഗ്രാമാണ് ഗ്ലോബൽ സ്കോളർ. അപ്പം ഗ്ലോബൽ സ്കോളർ പ്രോഗ്രാമിനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ പാരൻസിനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അതിനുള്ള നല്ല ഉത്തരങ്ങൾ തരുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഈ 3 ദിവസം മാം ഫുൾ ടൈം കുട്ടികളുടെ കൂടെ തന്നെയാണോ? എങ്ങനെയാണ് ഇത്? റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണോ? ഗ്ലോബൽ സ്കോളർ ആക്ച്വലി ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം അല്ല. അത് 3 ദിവസം കുട്ടികൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതിൻ്റെ ടൈമിങ് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, ഈവനിങ് ഒരു 5:36. ഞാൻ കറക്റ്റ് ടൈമിനാണ് വിടുന്നത്. കറക്റ്റ് ടൈമിന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും, കറക്റ്റ് ടൈമിന് വിടുകയും ചെയ്യും. കാരണം കുട്ടികളാണ്, നമുക്ക് വലിച്ചു നീട്ടാനും പറ്റൂല. ആ ടൈമിങ് ഞാൻ കീപ്പ് ചെയ്തിരിക്കും. സോ എവറി ഡേ ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് 9, ends at 6. ഈ 6 കഴിഞ്ഞ് കഴിഞ്ഞാലും കുട്ടികൾ പോകില്ല, അത് വേറെ കാര്യം. ബട്ട് വി എൻജോയ്. 2019 ലൈഫ് ലൈൻ അപ്ഗ്രഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആസ് എ ഫ്രഷർ ഒരു ഗ്ലോബൽ സ്കോളർ പ്രോഗ്രാമിന് ആദ്യമായിട്ട് വരുന്നൊരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ, അതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, അതിൻ്റെ വെന്യൂ എവിടെയാണ്, അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഗൈഡ് ലൈൻസ് മാമിൻ്റെതായ രീതിയിൽ എങ്ങനെയാണ് അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? നമ്മുടെ ലൈഫ് ലൈൻ ഇപ്പോൾ ഒരു അപ്ഗ്രഡേഷൻ നടന്നുകൊണ്ടിരിക്കുക. 2019 ലൈഫ് ലൈൻ ഈ പറഞ്ഞ ഒരു ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. അപ്പോൾ ടെക്നോളജിയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആക്ച്വലി രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ വളരെ സിമ്പിളാക്കാൻ പറ്റും. ഇപ്പോൾ ഗ്ലോബൽ സ്കോളറിൻ്റെ തന്നെയാണെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ലൈനിൻ്റെ സൈറ്റിൽ പോകാം. താഴെ സൈറ്റിൻ്റെ URL കൊടുത്തിട്ടുണ്ട്. ആ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഇവൻറ്റ്സ് ഉണ്ട്. ആ ഇവൻറ്റ്സിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ഒരു കോണ്ടാക്ട് നമ്പർ ഉണ്ട്, അത് താഴെ എഴുതി കാണിച്ചിരിക്കുന്ന കോണ്ടാക്ട് നമ്പറാണ്. ആ കോണ്ടാക്ട് നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് ആ എക്സിക്യൂട്ടീവ് ആയിട്ട് സംസാരിച്ച് നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് എത്ര കുട്ടികളാണ്, എന്താണ്, അവർ നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ട് അത് എന്താണോ രജിസ്ട്രേഷൻ പ്രൊസീജിയർ അത് കംപ്ലീറ്റ് ഫോർമാലിറ്റീസ് അവർ തന്നെ പറഞ്ഞു തരുകയും നിങ്ങളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും. ഇതുകൂടാതെ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതാണ് ഏറ്റവും ഹെൽപ്ഫുൾ. കാരണം എന്താ വെച്ചാൽ എത്ര നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നോ അത്രയും തന്നെ കുഞ്ഞുങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എത്ര പേര് വരുന്നു അവർക്കുള്ള മെറ്റീരിയൽസ് റെഡിയാക്കലും, അതുപോലെ കുറേ ബാക്ക് എൻഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. കുറേ ആക്ടിവിറ്റീസ് തയ്യാറാക്കേണ്ടതുണ്ട്. എത്ര കുഞ്ഞുങ്ങൾ വരുന്നു, എത്ര കുട്ടികളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്, അതനുസരിച്ചായിരിക്കും നമ്മൾ ആക്ടിവിറ്റീസ് തയ്യാറാക്കുന്നത്. അതനുസരിച്ചായിരിക്കും ഇതിനകത്ത് എക്സസൈസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ യോഗ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഏത് ഏജ്, ഇപ്പോൾ 12 to 18 ആണ് ഞാൻ പറഞ്ഞത്. ഇനി 12 to 13 അല്ലെങ്കിൽ 12 to 14 ഉള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് വേണം എനിക്ക് ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ മോഡ്യൂൾസ് കറക്ഷൻ ചെയ്യാനായിട്ട്. സോ അത് എത്ര നേരത്തെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത്രയും തന്നെ കെയർ, അത്രയും തന്നെ ബെനിഫിറ്റ്സ് ഈ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. ലാസ്റ്റ് മിനിറ്റിലാകുമ്പോൾ ഹറിബറി ആയി പോവും. ചിലപ്പോൾ ഈ പറഞ്ഞ നോട്ട്സിൻ്റെ പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ നോട്ട്സിൻ്റെ പ്രിൻറ്റിങ്ങിലൊക്കെ ഡിഫറൻസസ് വരും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രയും നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പം ആ ഒരു കുട്ടി ഇപ്പോൾ ക്ലാസ്സിന് വരുമ്പോൾ എന്തൊക്കെയാണ് അവർ സെൽഫ് പ്രിപ്പറേഷൻ നടത്തേണ്ടത്, അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണ് അവർ കൊണ്ടുവരേണ്ടത്, അതിനെക്കുറിച്ചിട്ട്? ഗ്ലോബൽ സ്കോളർ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അവർ ക്യാരി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഇത് കൂടുതലും പ്രാക്ടിക്കൽസാണ്. പ്രാക്ടിക്കൽസ് ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു ആസ്പെക്റ്റ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനാണ്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ളൊരു ആക്ടിവിറ്റി ഉണ്ട്. ആ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മിറർ, ഹാൻഡ് മിറർ, ഫേസ് മാത്രം കാണുന്ന രീതിയിലുള്ള ഹാൻഡ് മിറർ വേണം. അത് മസ്റ്റാണ്. അതുകൂടാതെ ക്രയോൺസ് വേണം. ക്രയോൺസോ കളറിംഗ് പെൻസിലോ എന്തെങ്കിലും കളർ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ വേണം. അതിനൊപ്പം തന്നെ അവർക്ക് ക്യാരി ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് ഷീറ്റ്സ്. കാരണം നമ്മൾ ഇതിനകത്ത് എക്സസൈസ് റെജീം പറയുന്നുണ്ട്. ഷീറ്റ്സ് അല്ലെങ്കിൽ യോഗ മാറ്റ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന്. യോഗ ജനറൽ ആയിട്ടുള്ള നമ്മുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ യോഗ പോസസ്, അതല്ലെങ്കിൽ നമ്മുടെ എക്സാം ടൈമിൽ നമുക്ക് കാം ആകാൻ
ആയിട്ട് ചെയ്യുന്ന കുറച്ച് പോസസ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സെലക്റ്റഡ് ആയിട്ട് കുട്ടികൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, കുട്ടികളിൽ ഏതൊക്കെ യോഗ പോസസ് ആണ് വേണ്ടത്, അതിന് ചെയ്യാനായിട്ടുള്ള കുറച്ച് യോഗ പോസസ് പറയുന്നുണ്ട്. അപ്പം അതിനുള്ള മാറ്റ് ക്യാരി ചെയ്യണം. പിന്നെ ഇത് കൂടാതെ ഒരു വിഷൻ ബോർഡ് ക്യാരി ചെയ്യണം. അപ്പോൾ വിഷൻ ബോർഡ് എന്താണ്, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത്. പാരന്റിങ് വീഡിയോയിൽ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി വളരുന്നത് ആ കുട്ടി ജീവിച്ചു വരുന്ന സാഹചര്യം ചുറ്റുപാടിനൊക്കെ അനുസരിച്ചിട്ടാണെന്ന്. അപ്പം ഈ ഒരു ഗ്ലോബൽ സ്കോളർ പ്രോഗ്രാം, അതായത് കുട്ടികൾക്കുള്ള ഈ പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിനെയാണ് മാം ഫോക്കസ് ചെയ്യുന്നത്, അതായത് 12 to 18 ഏജ് ഗ്രൂപ്പ്. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിനെ പ്രിഫർ ചെയ്യുന്നത്? ഗ്ലോബൽ സ്കോളർ ആക്ച്വലി കുട്ടികളുടെ പ്രോഗ്രാം, സ്റ്റുഡൻസ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അതിൻ്റെ ആക്ച്വൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണ് അവരുടെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ഇവരുടെ 0 to 8 ഇയേഴ്സ് അല്ലെങ്കിൽ 12 ഇയേഴ്സിലാണ് കംപ്ലീറ്റ്ലി അവരുടെ മൗൾഡിങ് നടക്കുന്നത്. അപ്പം ആ മൗൾഡിങ് നടക്കുന്നത് വളരെ അത്യാവശ്യമായിട്ട് പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയുമാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് പേരൻസ്. ആ മൗൾഡിങ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കുട്ടീനെ ഒന്ന് കറക്ഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടർ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. 12 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ, ആഫ്റ്റർ 11 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് കുട്ടിക്കൊന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത്, എനിക്കെന്താ വേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു ചിന്ത കുട്ടികൾക്ക് സ്വയമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആകണമെന്ന് തോന്നുന്ന ഒരു സമയമാണ് ഈ 12 ഇയേഴ്സ്, 11 to 12 ഇയേഴ്സ്. അതുകൊണ്ടാണ് ഇത് 12 ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. മിനിമം ഏജ് വെച്ചിരിക്കുന്നത് 12 ഇയേഴ്സാണ്. അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും. പക്ഷേ ജനറലി റൂള് 12 ഇയേഴ്സ് ദേ ക്യാൻ തിങ്ക് അബൌട്ട് ദംസെൽസ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി എങ്ങോട്ട് പോകണം, ഏതൊക്കെ ഫ്രണ്ട്സ് വേണം, പേരൻസിനോട് എങ്ങനെ ഡീൽ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ 12 to 18 ഇയേഴ്സ് എന്ന് വെച്ചിരിക്കുന്നത്. എന്നാൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 12 കഴിഞ്ഞാൽ ടീൻസാണ്. എല്ലാ പേരൻസും അനുഭവിക്കുന്ന ഒരു പ്രശ്നം ടീൻസാണ്. അപ്പോൾ ആ 12 കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ നമുക്ക് കിട്ടുകയാണെങ്കിൽ മൗൾഡിങ് അല്ലെങ്കിൽ അവരുടെ ആ ടാലൻസ് പുറത്ത് വരുത്താനായിട്ട് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്നോണം കൊണ്ടുവരാൻ പറ്റും. സ്കൂളുകളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ്, ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഗ്ലോബൽ സ്കോളർ പ്രോഗ്രാമും ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എന്താണ് ഈ യുണീക്ക് ഫീച്ചർ ഓഫ് ഗ്ലോബൽ സ്കോളർ പ്രോഗ്രാം? ഗ്ലോബൽ സ്കോളർ എന്ന് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഗ്ലോബലി അവരെ ഒരു ഏബിൾ ആയിട്ടുള്ള ഒരു സ്കോളർലി ലെവലിലേക്ക് എത്തിക്കാനായിട്ടാണ്. അപ്പോൾ ഒരുപാട് ട്രെയിനിങ്സ് ഉണ്ട്, എക്സാം ഓറിയൻറ്റഡ് ട്രെയിനിങ്സ് ഉണ്ട്, എക്സാം ടൈമിന് മാത്രമുണ്ട്, എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ട്രെയിനിങ്സ് ഉണ്ട്. പക്ഷേ ഇതിന് ഒരു വ്യത്യസ്തത വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. അപ്പം നമ്മുടെ ആ ഒരു ഫോക്കസ് തന്നെ കുട്ടികളുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻ്റാണ്. അപ്പം മൈൻഡിൽ എന്തൊക്കെയാണോ വേണ്ടത്, ഒരു ബേസിക് തത്വം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0 to 8 ഇയേഴ്സ് തന്നെ നമുക്ക് എടുക്കാം. അവർക്ക് ഒരുപാട് ബിലീഫ് സിസ്റ്റം ഉണ്ട്, ഒരുപാട് കണ്ടീഷനിങ് ഉണ്ട്. എങ്ങനെയാണോ കണ്ടീഷനിങ് അതുപോലെ ആയിരിക്കും അവരുടെ ബിഹേവിയർ. എങ്ങനെയാണോ ബിഹേവിയർ അതുപോലെ ആയിരിക്കും അവർ മറ്റുള്ളവരോട് പെരുമാറുന്നത്. എങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത് ഇത് അനുസരിച്ചായിരിക്കും അവരുടെ റിസൾട്ട്. അപ്പോൾ ഓരോ കുട്ടികളുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരുടെ ബാക്കിലേക്ക് പോകുമ്പോൾ എന്താണ് അവരുടെ ബിലീഫ് സിസ്റ്റം. അപ്പം മൈൻഡിനകത്ത് അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിനകത്ത് കുട്ടിക്ക് എന്താണോ വന്നിരിക്കുന്നത് അതാണ് മൈൻഡ് ആസ്പെക്റ്റ്. ബോഡി ആസ്പെക്റ്റ് ഫിസിക്കലിയാണ്. അപ്പോൾ ഫിസിക്കലി എങ്ങനെയായിരിക്കണം, എക്സസൈസ് എന്തുകൊണ്ടാണ് വളരെ ഹെൽപ്ഫുള്ള്, പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വൈ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് നല്ലോണം ടച്ച് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ സ്കോളറിൽ. അതുപോലെ സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ദാറ്റ് ഈ പറഞ്ഞ എൻലൈറ്റൻമെൻറ്റോ അല്ലെങ്കിൽ റിലീജിയസ് ബേസ്ഡോ അതങ്ങനെയൊന്നുമല്ല, ഇമോഷണലി എങ്ങനെ കുട്ടികളെ അപ്പാക്കാം. അപ്പോൾ ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്ന ഇമോഷണലി അവർ ഭയങ്കര ഡള്ളാണ്, ഡിപ്രഷൻസ് ആകാം, ആങ്സൈറ്റി ആകാം, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇമോഷണലി അവരെ എങ്ങനെ അപ്പാക്കാം. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്തിനും സെൽഫ് കോൺഫിഡൻസ്, സെൽഫുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അതിനെ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാം. അപ്പോൾ സെൽഫുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ
ഇതിനകത്ത് വരുന്ന ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട്. ലൈക്ക് അവരൊന്ന് സ്റ്റേജിൽ കയറി ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ, ഓഡിയൻസിനെ ഫേസ് ചെയ്യാനായിട്ട്, അവരുമായിട്ട് സ്റ്റുഡൻസുമായിട്ട് മിങ്കിൾ ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട്, എങ്ങനെയൊക്കെ മിങ്കിൾ ചെയ്യാം, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനകത്താണ് ഒരു 9 ഇൻ്റലിജൻസ് ആണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഹോവർഡ് ഗാർണർ കണ്ടുപിടിച്ച ഒരു 9 ഇൻ്റലിജൻസ്. അപ്പോൾ ആ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനകത്ത് ഏത് വിഭാഗത്തിലാണ് ഈ കുട്ടി പെടുന്നത്, അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ലേണർ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ കുട്ടി വിഷ്വൽ ആണോ, അതോ കിനസ്തെറ്റിക് ആണോ, അതോ ഓഡിറ്ററി ആണോ? ഇതൊന്നും നോക്കാതെയാണ് നമ്മൾ ആക്ച്വലി കുട്ടി പഠിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് അവർക്ക് കേട്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. ആ സമയത്ത് ആ കുട്ടി ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. പക്ഷെ നമുക്ക് പേരൻസിന് അറിയില്ല ഏത് ടൈപ്പ് ഓഫ് ലേണറാണ് ഈ കുട്ടി. അപ്പം അതറിയാത്തതുകൊണ്ട് നമുക്ക് മറ്റു കുട്ടികൾ ഉച്ചത്തിൽ വായിച്ചു പഠിക്കുന്നു, നീ എന്താടാ അങ്ങനെ പഠിക്കാത്ത, നീ എന്തുകൊണ്ട് എഴുതി പഠിക്കുന്നില്ല, നമ്മൾ കുട്ടികളെ ഫോഴ്സ് ചെയ്യാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ ഓഡിറ്ററി ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ കേട്ട് പഠിച്ചാൽ മതി. ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് മാത്രം മതി, വീട്ടിലാണെങ്കിലും വന്ന് വേണമെങ്കിൽ പഠിക്കും, പക്ഷേ അവൻ മാർക്ക് കൊണ്ടുവരും. ആ ഓഡിറ്ററിയാണ്, അവൻ ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഡബിൾ ഇതിൽ എഫക്റ്റിലാണ് പഠിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ആ ഓരോ കുട്ടിക്ക് എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ലേണറാണ്, ഏത് ടൈപ്പ് ഓഫ് സ്റ്റഡി മെത്തേഡാണ് അവർക്ക് ചേരുന്നത്, ആ മെത്തേഡ് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ എങ്ങനെ പേരൻസുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാം, എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ്, എങ്ങനെ ലവ് എക്സ്പ്രസ് ചെയ്യാം, എങ്ങനെ ഫോർഗീവ്നെസ്, ഈ 3 എണ്ണമാണ് നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ് ആൻഡ് ലവ്. അപ്പോൾ ഈ 3 ആസ്പെക്റ്റ് എങ്ങനെ നമ്മുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ലൈഫിൽ കൊണ്ടുവരാം, ഈ 3 ആസ്പെക്റ്റ് വരുമ്പോൾ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഇതുപോലത്തെ കാര്യങ്ങൾ സ്കൂളിൽ ഏതായാലും പഠിപ്പിക്കുന്നില്ല. സ്കൂളിൽ അക്കാഡമിക്സ് ആണ് ടച്ച് ചെയ്യുന്നത്. ഇതുപോലത്തെ കാര്യങ്ങൾ ബാക്കി ഈ എക്സ്ട്രാ ബാക്കി ട്രെയിനിങ്സിൽ എക്സാം ടെക്നിക്സ് എന്ന് പറയുമ്പോൾ അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. സോ ജനറലി എക്സാം ടെക്നിക്സ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ടൈം മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നമ്മുടെ വീട് അല്ലെങ്കിൽ ഞാനിരുന്ന് പഠിക്കുന്ന സ്ഥലം എങ്ങനെ വൃത്തിയാക്കി ഇടണം, എൻ്റെ അലമാരി എങ്ങനെ വൃത്തിയാക്കി ഡീക്ലട്ടർ ചെയ്തിടണം. അപ്പം അത് ഫിസിക്കലാണ്. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് എങ്ങനെ ഡീക്ലട്ടർ ചെയ്തിടണം, എക്സാക്ട്ലി നമ്മൾ പുറമേ എങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ മൈൻഡും അടുക്കി പെറുക്കി വെക്കാൻ പറ്റും. അപ്പം ഈ ആസ്പെക്റ്റ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അവരുടെ ഗോള്, കുട്ടികൾക്ക് മേജർലി പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഗോളില്ലാത്തതാണ്. അപ്പോൾ എങ്ങനെ അവർക്ക് ഗോളിലേക്ക് എത്താം? പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഗോളില്ല. ഞാൻ പറഞ്ഞു വെരി ഗുഡ്, കുഴപ്പമില്ല, ഗോളില്ലാത്തത് നല്ലതാണ്, ഓപ്പണായിട്ട് പറയാൻ പറ്റിയല്ലോ. പക്ഷെ അത് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഈ 3 ദിവസം ചെയ്യുമ്പോഴത്തേക്ക് അവർക്കറിയാം ഇതാണ് എൻ്റെ ടേസ്റ്റ് എന്ന് അവർക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ മെമ്മറി ഇൻക്രീസ് ചെയ്യാനും അതിൻ്റെ ഫുഡും ബ്രെയിൻ പവർ ഇൻക്രീസ് ചെയ്യാനും ഈ എല്ലാ ആസ്പെക്ട്സും ഇതിനകത്തൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടിക്കും എന്താണോ ടച്ച് ചെയ്യേണ്ടത് നമ്മളത് ആ മൾട്ടിപ്പിൾ സെൻസറി ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ അനലൈസ് ചെയ്യിപ്പിക്കുകയാണ്, ഞാൻ ആരാണ്, ഹു ആം ഐ, വൈ ആം ഐ ഹിയർ, വാട്ട് ഷുഡ് ഐ ഡു. ഈ 3 ക്വസ്റ്റ്യന് ആൻസറാണിത്. മാം കുറേ വർഷമായിട്ട് ഗ്ലോബൽ സ്കോളർ പ്രോഗ്രാം ചെയ്തു വരുന്നുണ്ട്. അപ്പം ഞാനതിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ ഞാൻ കേട്ടതാണ് കുട്ടികളുടെ ഡ്രീംസ്, അതായത് അവരെ വലുതാവുമ്പോൾ അവരുടെ ഗോളുകൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം എന്നൊക്കെ. അപ്പം ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപുള്ള കുട്ടിയും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷമുള്ള കുട്ടിയും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് കണ്ടുവരുന്നത്? ഗ്ലോബൽ സ്കോളർ ഒരു യുണീക്ക് പ്രോഗ്രാം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ അതിനകത്ത് സെൽഫാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, സെൽഫ് റിയലൈസേഷനാണ് കുട്ടികൾക്ക് വരുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ അവരുടെ പാഷൻ, അവരുടെ ടാലൻറ്റ്, അവരുടെ യുണീക്നെസ് ഇതിനകത്ത് കണ്ടെത്തുകയാണ്. അത് അക്കാഡമിക്സിനാണെന്നില്ല, അത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ടാലൻ്റ് ആകാം. ഒരു 2 വർഷം മുമ്പേ ഒരു ഗ്ലോബൽ സ്കോളർ അറ്റൻഡ് ചെയ്ത ഒരു കുട്ടി, ഞാൻ പിന്നെ ആ കുട്ടി എനിക്ക് അയച്ചു തന്നൊരു മ്യൂസിക് നോട്ടുണ്ട്. അപ്പോൾ അതുവരെ അത് ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പക്ഷേ ഗ്ലോബൽ സ്കോളറിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് പാഷൻ മനസ്സിലായി, ടാലൻറ്റ് മനസ്സിലായി. അപ്പോൾ ആ കുട്ടി പഠനത്തോടൊപ്പം തന്നെ അവനൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് അവൻ്റെ മ്യൂസിക്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ടാലൻറ്റ്, ആ പാഷൻസ് പുറത്ത് വരുന്നു. ഇതിന് മാത്രമല്ല അക്കാഡമിക്സിനും.
ഇപ്പോൾ 12th കഴിഞ്ഞ ഒരു കുട്ടിയുടെ പേരൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, കുട്ടി ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്തു. നേരത്തെ പോലെയല്ല, കുറച്ചുകൂടെ അവന് കോൺഫിഡൻസ് ആയി, ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. ഇപ്പോൾ ചേഞ്ചസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ചില കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ചില കുട്ടികൾ നമ്മുടെ ഒപ്പം തന്നെ നിന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അവർ വീണ്ടും തന്നെ ഒരു ഇപ്പോൾ ആങ്കറിങ് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ട്രെയിനിങ് എടുക്കുമ്പോൾ അവരൊപ്പം തന്നെ, എൻ്റെ ഒപ്പം തന്നെ നിന്നിട്ട് ആങ്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു അഡീഷണൽ ബെനിഫിറ്റാണ്. അപ്പോൾ ഇത്രയും കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന, അവർ ആങ്കർ ചെയ്യുന്ന, അവരുടെ കോൺഫിഡൻസ് ലെവൽ എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ ബേസിക്കലി അവരുടെ ടാലൻറ്റ് പുറത്തേക്ക് വരികയാണ്, അവരുടെ ആ ഇൻഹിബിഷൻസ് അങ്ങ് മാറുകയാണ്. എവിടെയോ ആ മൈൻഡിൻ്റെ ആസ്പെക്റ്റ് നമ്മൾ പഠിപ്പിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇമോഷണൽ ആസ്പെക്റ്റ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തോട്ട് ആസ്പെക്റ്റ് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പ്രോഗ്രാമിങ് അവർ തന്നെ അറിയാതെ മാറിപ്പോവാണ്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ചെറുപ്പത്തിലേക്ക് ഈ ഫോൾഡേഴ്സിനകത്ത് ഈ ഹെയ്റ്റും ഡിസ്ട്രക്ഷനും ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഓരോ ഇമോഷണൽ ഹീലിങ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ചേഞ്ചസ് അല്ലെങ്കിൽ തോട്ട് ചേഞ്ചസ് റീപ്രോഗ്രാമിങ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്, അവരുടെ ഹാബിറ്റ്സ് മാറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഇത് പേരൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളല്ലാതെ തന്നെ ഡയറക്റ്റ്ലി വാട്സാപ്പിലും ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ചൈനയിലാണ്, ഡു യു റിമെമ്പർ മീ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരാൾക്കെങ്കിലും നമുക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഗ്ലോബൽ സ്കോളർ. ഇന്നത്തെ മോഡേൺ ജനറേഷൻ കുട്ടികൾ ഗാഡ്ജറ്റ്സിലും അതുപോലെ സിനിമയിലായാലും സോഷ്യൽ മീഡിയസിലൊക്കെ എൻഗേജ്ഡ് ആണല്ലോ. അപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഫാക്ടറാണ് മാമിൻ്റെ ക്ലാസ്സിൽ 3 ദിവസം ഈ കുട്ടികൾ എങ്ങനെയാണ് മാം എൻഗേജ്ഡ് ആക്കി അവിടെ ഇരുത്താൻ പറ്റുന്നത്? നല്ലൊരു ചോദ്യമാണ്. കാരണം കുട്ടികളെ എങ്ങനെയാണ് പിടിച്ചിരുത്തുന്നത്? ആദ്യത്തെ ദിവസം കുട്ടികൾ വന്നിരിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഭയമുണ്ട്, കുട്ടികൾ ഇരിക്കൂലേ എന്നുള്ളത്. കാരണം എല്ലാവരും ഈ ഇരിക്കുന്ന ഒരു ഡിഫെൻസീവ് മോഡിലാണ്. എന്താണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്കൂളിലെ പോലെ തന്നെയാണോ ഇവിടെ എന്നുള്ളൊരു ആ ചിന്തയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പേരൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാം സ്വമനസാലെ വരുന്നതല്ല. ഒരു കുട്ടിയും സ്വമനസാലെ ഒരു ട്രെയിനിങ്ങിനും അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് കുറേ ഇൻട്രാക്ഷൻസ്, ഇതിനകത്ത് ഒരുപാട് ഇൻട്രാക്ഷൻസാണ് കൂടുതൽ. ആക്ച്വലി ഞാനൊരു തിയറി പാർട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ടീച്ചറുമായിട്ടൊരു വ്യത്യാസമില്ലല്ലോ. സോ അവരെ കൊണ്ട് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സെഷൻസാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കുട്ടിയെയും നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അവരിലൊരാളായിട്ട് മാറണം. കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യം അത് അവരിലൊരാളായിട്ട് മാറണം. നമ്മളൊരു എപ്പോഴും മുകളിലേക്ക് നിൽക്കുകയാണ്, നീ അത് ചെയ്തോ ഇത് ചെയ്തോ ഇങ്ങനെ പഠിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല. അത് നമുക്കൊരു നല്ലൊരു പാഠം. കാരണം അവർ എങ്ങനെയാണോ, അവർ 12 വയസ്സാണ്, നമ്മൾ 12 വയസ്സായേ പറ്റുള്ളൂ. അവരിലൊപ്പം തന്നെ ആ ഒരു ലെവലിൽ നിന്ന് തന്നെ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു എൻജോയ്മെൻറ്റ്, ആ ഒരു ഫൺ ഫിൽഡ് ആക്ടിവിറ്റി ആയിട്ട് അവരിലൊപ്പം നിൽക്കുക. ഈ 3 ദിവസവും കുട്ടികൾ ഹാപ്പി ആയിട്ട് ഫൺ ഫിൽഡ് ആയിട്ട് തന്നെയാണ്. കാരണം എവറി ഹാഫ് ആൻ അവർ പ്രാക്ടിക്കൽസ് ആണ്, എവറി ഹാഫ് ആൻ അവർ ആക്ടിവിറ്റിയാണ്. സോ ദേ എൻജോയ് എ ലോട്ട്. അപ്പോൾ എൻജോയ്മെൻ്റ് കൂടെ പഠിക്കുക, എൻജോയ്മെൻ്റ് കൂടെ ഈ തോട്ടിനെ മാറുക, എൻജോയ്മെൻ്റ് കൂടെ അവരുടെ ടാലൻസ് അവരറിയുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻജോയിങ് ആൻഡ് ഫൺ ഫിൽഡ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഇതിനൊരു വേറൊരു അർത്ഥം പറയാം, ലൈഫ് ഈസ് വെരി ഈസി, ലൈഫ് ഈസ് ഫൺ ഫിൽഡ്. ആ ഒരു ക്യാപ്ഷൻ കൊടുത്താൽ മതി. അതാണ് ഗ്ലോബൽ സ്കോളർ. അപ്പോൾ ആ ഫൺ ഫിൽഡ്, ലൈഫ് ഈസ് ഈസി ആൻഡ് ലൈഫ് ഈസ് ഫൺ ഫിൽഡ് എന്നുള്ള ആ ഒരു ക്യാപ്ഷനിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവരെല്ലാം യുണീക്കാണ്. അവരെല്ലാം ഭയങ്കര നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും അവരിലൊപ്പം തന്നെ നിന്നിട്ട് കളിക്കാനും പാടാനും ചിരിക്കാനും ഒക്കെ ഇഷ്ടമാണ്. ആ സമയത്ത് ഞാൻ പേരൻസിനെ പോലും അതിനകത്ത് കയറ്റാറില്ല. നമ്മൾ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. സോ നമ്മളൊരു ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ഒക്കെ പോകുമ്പോഴത്തേക്ക് അവർക്കും സങ്കടമാണ്, എനിക്കും സങ്കടമാണ്. ചില കുട്ടികൾ കരയുന്നുണ്ട്, അവർ കരയുന്ന കാണുമ്പോൾ എനിക്കും സങ്കടം വരും. സോ അത്രയൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലൊരാളായിട്ട് മാറുകയാണ് ഞാൻ. അല്ലാതെ ഞാനൊരു ടീച്ചറാണോ, അല്ലെങ്കിൽ ഞാനൊരു വിദ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരുപാട് നോളജ് അവരിൽ കൊടുക്കുന്നോ, അങ്ങനെയൊന്നുമല്ല.
ഐ ആം വൺ ഓഫ് ദം. അവരിലുള്ളിൽ നിന്നുകൊണ്ട് ഐ ക്യാൻ ഡു വണ്ടേഴ്സ്. ഇതാണ് ഗ്ലോബൽ സ്കോളർ. ഗ്ലോബൽ സ്കോളർ വർക്ക്ഷോപ്പിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണോ അല്ലെങ്കിൽ ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന ഈ ഇമെയിൽ ഐ ഡിയിലോ അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കുള്ള നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻസ് ഇതിനകത്ത് തീരാത്ത ഏതെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഡെഫിനറ്റ്ലി അത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഇപ്പോൾ ഗ്ലോബൽ സ്കോളർ എന്താണെന്ന് ചെറിയ രീതിയിലെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ യുണീക്ക് ആയിട്ടുള്ള ഈ ഗ്ലോബൽ സ്കോളർ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം.